35 വർഷക്കാലം ചെന്നിത്തല മഹാത്മാ സ്കൂളിലെ അധ്യാപികയായിരുന്ന സാവിത്രി ദേവി ഞങ്ങൾ ഓമനച്ചേയി എന്ന് വിളിക്കും. അപ്പോൾ നമ്മളിന്ന് ഓമനച്ചേയിയോടൊപ്പമാണ്. അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഓമനച്ചേയിയുടെ അടുത്ത് വരുന്നത്, ഓമനച്ചേയിയോട് ഇന്ന് വർത്തമാനം പറയുന്നതും ഒക്കെ. അപ്പോൾ ഒരുപാട് യാത്രാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെയുള്ള ഓമനച്ചേയിയുടെ കുറച്ച് അനുഭവങ്ങളും കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പാലത്തിങ്കരയിലും കൃഷ്ണൻ നമ്പൂതിരിയാണ് ഓമനച്ചേയിയെ വേലി കഴിച്ചത്. അപ്പോൾ ഓമനച്ചേയിയുടെ അനുഭവങ്ങളും പിന്നെ തുടക്കം കനകധാരാസ്തവം ചൊല്ലിക്കൊണ്ടാണ്. ഓമനച്ചേയിക്ക് ഒരുപാട് കീർത്തനങ്ങളും ഒരുപാട് പിന്നെ പുരാണ കഥകളും ഒക്കെ അറിയാം. ഞങ്ങൾക്കൊക്കെ എപ്പോഴും പറഞ്ഞു തരും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന് പോകും. ആ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ് നമുക്ക് ഓമനച്ചേയി കഥകളൊക്കെ പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ അനുഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. സാധാരണ ആൾക്കാരെ പോലെ എന്തെങ്കിലും പോയി കണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ട് കുറച്ച് യാത്രയൊക്കെ ചെയ്തു അങ്ങനെ തിരിച്ചു വരുന്ന ഒരാളല്ല. ആവശ്യമുള്ള പ്രധാന ഭാഗങ്ങളെല്ലാം എഴുതിയെടുത്തൊക്കെ കൊണ്ടുവരുന്ന ആളെ കണ്ടോ. ഇപ്പോഴും ഭാഗവതവും നാരായണീയവും ഒക്കെ വായിച്ച് നിത്യവും മുടങ്ങാതെ ഒരു ചിട്ടയായ ജീവിത രീതി നയിക്കുന്ന ഒരു അധ്യാപികയായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചിട്ട കാണുമല്ലോ. അപ്പോൾ ആ രീതിയൊക്കെ ഇപ്പോഴും തുടർന്നു പോകുന്ന ഒരാളാണ് ഞങ്ങളുടെ സ്വന്തം ഓമനച്ചേയി. ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട, ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ അനുഭവങ്ങളും പറയുമ്പോൾ ഇങ്ങനെ അതിശയത്തോട് കേട്ടോണ്ടിരിക്കുന്ന അമ്മയും നന്ദൂസിനെയൊക്കെയായി ഞാൻ കണ്ടത് കേട്ടോ. കാരണം അത്രയ്ക്ക് ഓമനച്ചേയിയുടെ ആ ഒരു അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന് പോകും. ഗോവർദ്ധന പർവ്വതത്തിൽ പോയത്, വൃന്ദാവനത്തിൽ പോയതും ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ നല്ല രസമുള്ള, കേൾക്കാൻ നല്ല നമുക്ക് കൗതുകം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓമനച്ചേയിയുടെ കനകധാരാസ്തവത്തോടു കൂടിയാണ് വീഡിയോ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടൊന്നും അല്ല ചെന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടൊന്നും അല്ല പറയുന്നത്. ഗംഹരേ പുളകഭൂഷണമാശ്രയന്തി ശൃംഗാംഗനേവ മുകുളാഭരണം അംഗീകൃതാഖില വിഭൂതിരവാംഗലീല മംഗല്യദാസ്തു മമ മംഗലദേവതായ മുഗ്ധാമൂർവിദീവദനേ മുരാരേ പ്രേമത്രവാ പ്രണഹിതാനി ഗദാഗദാനി മാലാദിശോർമധുരീവമഹോൽപലേയ സാമേ ശ്രിയം ദിശതു സാഗരസംഭവായ ആമീലിതാർത്ഥമധിഗമ്യമുദാ മുകുന്ദം ആനന്ദഗന്ധവനിമേഷമരംഗതന്ത്രം ആകേകരസ്ഥിതഗനീനികവക്ഷനേത്രം ഭൂതൈഭവേന്മമ ഭുജംഗശയാങ്കനായ ബാഹ്വന്തരേ മധുജിതസ്ഥിതകൗസ്തുഭേയ ഹാരാവലീവ ഹരിനീലമയീ വിപാതി കാമപ്രദാ ഭഗവതോ വികടാക്ഷമാല കല്യാണമാവതു മേ കമലാലയായ കാളാമ്പുതാളി ലളിതോരസികൈടഭാരർ ധാരാധരേ സ്ഫുരതിയ തടിതങ്കനേവ മാതു സമസ്ത ജഗതാം മഹനീയമാക്ഷി ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായ കലുയൽ പ്രഭാവാൽ മംഗല്യഭാജി മധുമാതിനി മന്മഥേന മയ്യാവതേ തുടിയമന്തരമീക്ഷണാർത്ഥം മന്ദാലസാക്ഷി മകരാലേ കന്യകായ വിശ്വാനരേന്ദ്രപദ വിഭ്രമദാനദക്ഷം ആനന്ദഹേതുരധിയം മധുവിദ്വിഷോഭി ഈശം നിശീമധുമയീക്ഷണമീക്ഷണാർത്ഥം ഇന്ദീവരോദര സഹോദരമിന്ദിരായ ഇഷ്ടാവിശിഷ്ടമതയോവി യയാദയാദ്ര ഇഷ്ടാശിശിഷ്ട സുഹൃതം സുലഭം ലഭന്തോദരദീപ്തിരിഷ്ടാം പുഷ്ടീംഗ്രിശിഷ്ടമോ പുഷ്കരവിഷ്ടരായ മതി. ഇത് കനകധാരാസ്തവം ചൊല്ലിയത് ശങ്കരാചാര്യരെ ഭിക്ഷ അയച്ചുകൊണ്ട് കൊച്ചു 8 വയസ്സുള്ളപ്പം രമ്മയാര്യപ്പം ഭിക്ഷ അയച്ച് ഒരു ബ്രാഹ്മണരുടെ ഒരു മടത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ഒന്നും ഇരിപ്പില്ല കൊടുക്കാൻ. ആ ഗൃഹനാഥനായാലും ഗൃഹനായിക്കായാലും വല്ലതും കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം. ഒന്നും ഇരിപ്പില്ല. അതിനോട് നെല്ലിക്ക ഉപ്പിലിട്ട് ഒരു നെല്ലിക്ക കൊണ്ട് കൊടുത്തു. ആ നെല്ലിക്ക കയ്യിൽ പിടിച്ചുകൊണ്ട് ശങ്കരാചാര്യർ കൊച്ചുകുഞ്ഞ ചൊല്ലിയ കവിതയാണ് കനകധാരാസ്തവം. ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നെല്ലിക്ക, സ്വർണ്ണ നെല്ലിക്ക ധാരാളം പൊഴിഞ്ഞു എന്നാണ്.
അതാ കനകധാരാസ്തവം എന്ന് പറയും. ഇത് കനകധാരാസ്തവം എഴുതിയതിൻ്റെ ഐതിഹ്യമാണ് പറയുന്നത്. അങ്ങനെ ആ ഗൃഹനാഥൻ്റെ അവിടുത്തെ ദാരിദ്ര്യമെല്ലാം മാറി സമ്പൽ സമൃദ്ധമായി തീർന്നത് ആ കനകധാരാസ്തവത്തിൻ്റെ പ്രത്യേകത. അത് ഞാൻ കുറച്ചേ ചൊല്ലിയുള്ളൂ, ഉണ്ട് കുറേ കൂടെ ഉണ്ട്, മുഴുവനും എനിക്കറിയാം. പക്ഷെ ഞാൻ ചൊല്ലുന്ന പോലെ അല്ല, ഇപ്പം വ്യത്യാസമുണ്ട്. ചില 1-2 ശ്ലോകങ്ങൾ ചിലർ ചൊല്ലുന്ന വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം ശരി. ഈയിടെ ചിദാനന്ദപുരിയുടെ ഉണ്ടായിരുന്നു, ടി വിയിലുണ്ടായിരുന്നു, അർത്ഥമൊക്കെ ആയിട്ട് 1-2 ശ്ലോകത്തിന് വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. എല്ലാം ദേവിയെ സ്തുതിക്കുന്നതാണ്. ആ ദാരിദ്ര്യം മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെയുള്ള കവിത. കനകധാരാസ്തവം എന്ന പേര് തന്നെ. ഞാൻ വൃന്ദാവനത്തിൽ 3 തവണ പോയിട്ടുണ്ട്. ഒരു തവണ പോയിട്ട് ഇങ്ങ് വന്നു. എൻ്റെ സഹോദരൻ്റെ കൂടെ പോയത്. പിന്നെ പോയിരിക്കുന്നത് കേശവൻ കുഞ്ഞിൻ്റെ കൂടെ 5 ദിവസം താമസിച്ചു. പിന്നെ പോയി 10 ദിവസം താമസിച്ചു വൃന്ദാവനത്തിൽ. അവിടെയും ഇതുവരെ പ്രസംഗം വെച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ തീരുന്ന ദിവസം അവിടെ വൃന്ദാവനം എന്ത് പറയാൻ, അവിടുത്തെ മൃഗങ്ങളൊക്കെ തന്നെ ശാന്തരായിട്ടുള്ള പശുവും പട്ടിയൊക്കെ നമുക്ക് കണ്ടാൽ വലിയ പശുക്കളും പട്ടികളൊക്കെ തോന്നും, പക്ഷേ ഒന്നും ചെയ്യത്തില്ല. ശാന്തരായിട്ടുള്ള മൃഗങ്ങളും കുട്ടികളും മനുഷ്യരും ഒക്കെയാണ് അവിടെ. നല്ല മനോഹരം. എന്ത് പറയാനാണ്. വൃന്ദാവനത്തിൽ ഗോവസികൾ കാർത്തിയാനി ദേവി വഹിച്ച അമ്പലം ഇന്നും അത് കാണാനുണ്ട്. ശ്രീകൃഷ്ണൻ്റെ രാധയായിട്ടുള്ള അമ്പലങ്ങളെല്ലാം കാണാനുണ്ട്. ഗോവർദ്ധന പർവ്വതം 2 തവണ ഞാൻ പ്രദർശനം വെച്ചിട്ടുണ്ട്. 22 കിലോമീറ്ററാണ്. 3-4 സംസ്ഥാനങ്ങളെ ചുറ്റിയാണ് പോകുന്നത്, സ്പർശിച്ചിട്ടാണ് പോകുന്നത്. ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ തുടങ്ങിയ 4 മറ്റു സംസ്ഥാനങ്ങൾ എല്ലാം ഞാൻ പ്രദർശനം വെച്ചിട്ടുണ്ട്. ആ പ്രദർശനം വെച്ച സമയത്ത് പറയാനാണെങ്കിൽ അനുഭവം പറയാനുണ്ട്. ഒരു തവണ എൻ്റെ കണ്ണാടി വെച്ചുകൊണ്ട് പോകുന്നതോടെ കുരങ്ങന്മാരുടെ ശല്യമാണ് ചിലത്. കണ്ണാടി എടുത്തുകൊണ്ട് പോയി. ഒടുക്കം ഒരു കടയുടെ അവിടെ ആയിരുന്നു വാതുക്കൽ. അപ്പോൾ അവിടെ നിന്ന് 2-3 പെൺകുട്ടികൾ അവരുടനെ ആ കടയിൽ നിന്ന് ബിസ്ക്കറ്റ് മേടിച്ച് എറിഞ്ഞു കൊടുത്തു. ഉടനെ തിരിച്ച് ബിസ്ക്കറ്റ് അങ്ങോട്ട് കിട്ടിയപ്പോൾ ഈ കുരങ്ങന്മാർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് കണ്ണാടി തിരികെ തന്നു എറിഞ്ഞു. അങ്ങനെ ഒരു തവണ കണ്ണാടി കിട്ടി. പിന്നെ ഒടുക്കം പോയപ്പോൾ കണ്ണാടി കിട്ടിയില്ല. അത് കണ്ണാടി വെക്കരുന്നു, ഞാൻ ഓർക്കട്ടെ. അന്നൊക്കെ കണ്ണാടി വെച്ചുകൊണ്ടായിരുന്നു എൻ്റെ യാത്ര. അങ്ങനെ പോയപ്പോൾ ഇതുപോലെ തന്നെ കുരങ്ങന്മാർ എങ്ങനെ എടുത്തോണ്ട് പോകും കയ്യുന്നു? കണ്ണീരൊക്കെ എടുത്തോണ്ട് പോയി. ഒന്നും പറ്റിയില്ല, യാതൊരു പോറലും. കണ്ണീരൊക്കെ എടുത്തോണ്ട് പോയി. ഓടി നമ്മളെ ഓർക്കത്തില്ല, ഓടി വന്ന്. അങ്ങനെ തന്നെ 2ാമത്തെ തവണയും കൊണ്ടുപോയി മതിലിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടു. അത് കിട്ടിയില്ല. മറ്റേ ആ പെൺകുട്ടികൾ ബിസ്ക്കറ്റ് എല്ലാം കൊടുത്തോണ്ട് കിട്ടി. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റോർ മുക്കിലുണ്ട് കണ്ണാടി, അവിടെ പോയി പിന്നെ വേറെ കണ്ണാടി മേടിക്കുക. അങ്ങനെ അനുഭവം. വേറെ 1-2 അനുഭവം പറഞ്ഞാൽ, പിന്നെ ഞങ്ങൾ 22 പേരുണ്ടായിരുന്നു 3ാമത്തെ തവണ പോയ 2017 അവസാനം പോയി. അന്ന് 10 ദിവസം താമസിച്ചു. അപ്പോൾ ഈ ഗോവർദ്ധന പർവ്വതം മുഴുവൻ എനിക്ക് പ്രദർശനം വെക്കുന്നത് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. ഇപ്പം കേശവൻ കുഞ്ഞോൻ ഓൺചേച്ചി ആവുന്ന പോലെ അല്ലെങ്കിൽ ട്രക്കർ വണ്ടിയെ കുറച്ച് ദൂരം പോകാം എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവരെല്ലാം 22 പേരിൽ ഞങ്ങൾ 3-4 പേര്, ഇന്ന് വാഴകുന്നത്തിൻ്റെ സഹോദരിയാണ്, പിന്നെ അവരുടെ സഹോദരിമാർ 2 പേര്, ഞാൻ രാമൻ നമ്പൂരിമ, ഞങ്ങൾ 5 പേര്. ഞങ്ങൾ വണ്ടിയെ ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ പോയിട്ട് ഒരു വണ്ടിയും കിട്ടിയില്ല, ട്രക്കറും ലോറി ഒന്നും കിട്ടിയില്ല. ഇവരെല്ലാം മുൻപേ നടന്നും പോയി. ഞങ്ങൾ ഈ 5 പേര് നടന്ന് പോവുക. അപ്പോൾ ഈ രാജസ്ഥാൻ വരുമ്പോഴും കിടക്കുന്നു, ഭയങ്കര ചൂടാണ്. ഉച്ചയ്ക്ക് 1. അപ്പം ഞങ്ങൾക്ക് ഒരു വണ്ടിയിൽ ആഹാരം കൊണ്ടുപോയിട്ടാണ്. ഈ വേറെ വഴി 2-3 വഴിയുണ്ട്, ഞങ്ങൾ പോയ വഴിയല്ല, വേറെ വഴിയെ ഈ വണ്ടിയിൽ ആഹാരം കൊണ്ടുപോയി. മുമ്പേ പോയവർക്കൊക്കെ ആഹാരം, ഞങ്ങൾക്ക് ആഹാരം കിട്ടിയില്ല. വണ്ടി ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾ വേറെ വഴിയാണ് പോയി. 2-3 വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്കിന്നും അതിശയമാണ്. 1-2 മണിയായി, നടക്കില്ലേ, ഭയങ്കര വെയിലുമാണ്. അന്നേരം ഒരു അതിശയം തോന്നും നമുക്ക്. ഒരു കാറിൽ ഒരു 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയും എൻ്റെ അച്ഛനായിരിക്കും, 2 പേര് കാറിൽ വന്നിറങ്ങി. അവരൊരു സ്റ്റീലിൻ്റെ ഒരു മുണ്ടയും കൊണ്ട് തൂക്കും കൊണ്ട് അവൻ ഇങ്ങോട്ട് വന്ന് കുറച്ച് ഗ്ലാസ്സും അവരുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് 5 പേർക്കും
നല്ല ഒന്നാം തരം പാൽപ്പായസം പായസം സ്പൂണും കൊണ്ട് കണ്ടു. വയർ നിറച്ച് കുടിക്കാൻ ഞങ്ങൾ നടന്ന് വിശന്ന് ക്ഷീണിച്ച് പോകല്ലേ. ഇതൊരു അതിശയം, ഭഗവാന്റെ വലിയ കാരുണ്യത്തിന് ഒരു തെളിവ്. വിശപ്പും പോയി ദാഹവും പോയി എല്ലാം പോയി. അത് കഴിഞ്ഞ് കൈ കഴുകണ്ടേ. കുറച്ച് ദൂരം ഓടി ചെന്നപ്പം നല്ല ഒന്നാം തരം വെള്ളം, ചെറിയ ഒരു കുളം പോലെ തടാകം പോലെ വെള്ളം. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കൈയും കാലും മുഖവും എല്ലാം നടപ്പിന് ക്ഷീണം പറഞ്ഞു. ഇതൊരു വലിയ അതിശയമാണ്. ഞാനിത് അവിടെ പറഞ്ഞു, പ്രസംഗത്തിൽ പറഞ്ഞു, ഇതാണ് ഭഗവാൻ ഇഷ്ടമല്ല, നമ്മൾ വിശന്ന് കഷ്ടപ്പെട്ടിരുന്നത് ഭഗവാൻ ഇഷ്ടമല്ല, എൻ്റെ തെളിവാണെന്ന് പറഞ്ഞു. ഇത് വലിയ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇത് സത്യം. അത് തന്നെ. അവിടുത്തെ പശുക്കളൊക്കെ നമുക്ക് വലിയ കൊമ്പൊക്കെ കണ്ടപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പട്ടികൾ വലിയ പട്ടികളൊക്കെ കടിക്കത്തില്ല. ഒരു തവണ ചുമ്മാ അകത്ത് കയറി. വിമാനത്തിലോ? അല്ലല്ലോ, ട്രെയിനിൽ ചെന്നിട്ട് ഞങ്ങൾ ഡൽഹി ചെന്നിട്ട് പിന്നെ അവിടുന്ന് വണ്ടിയുണ്ട്, ബസ്സുണ്ട്, അരമണിക്കൂർ വണ്ടി ട്രെയിനിൽ. അങ്ങനെ പോയി. മധുരയിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോകാൻ ഇങ്ങനെ ഇതൊരു വലിയൊരു അനുഭവം. പിന്നെ ഒരു കാര്യം കൂടി മറന്നുപോയി, എന്താ വന്ന് ഓർത്തു. ഇതെനിക്ക് മറക്കാൻ ഒക്കത്തില്ല. അതുപോലെ ഈ നടക്കുന്ന വഴി തന്നെ എല്ലാവർക്കും വേണമെങ്കിൽ എന്താ പറയുക, ഈ റവയുണ്ടല്ലോ, പഞ്ചായത്ത് മുളക് കാഴ്ചയുണ്ടോ, കേസരി കേസരി, അതുകൊണ്ട് ഈ കടല പാളയുടെയോ ഞാനിങ്ങനെ പാളയുടെ ഈ ചെറിയ പാത്രം ഡപ്പ പോലത്തെ കഴിക്കാൻ തരും. റോഡ് സൈഡിൽ നമ്മൾ നടന്നു പോകുന്ന ആളുകൾ അവർ കഴിക്കാൻ ഒക്കെ തരും. പിന്നെ വെള്ളം കുടിക്കാൻ തരും വേണമെങ്കിൽ. അപ്പോൾ ഇത് നടന്ന ഒന്നുമില്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോഴാണ് മുമ്പേ പറഞ്ഞ സംഭവം. അപ്പോൾ നേരെ ഉച്ചയായി. അപ്പോൾ ഈ സദ്യ ബസ് വരുമല്ലോ എന്നാണ് വിചാരിച്ചത്. പറഞ്ഞാൽ തീരാത്തത്രയും നമുക്ക് എത്ര കേട്ടാലും മതി വരാത്തതുമായിട്ടുള്ള ഒരുപാട് കഥകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇനി അധ്യാപികയായിരുന്ന സമയത്തുള്ള കുറേ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരും. അപ്പോൾ ഇവിടെ കുറേ പുസ്തക ശേഖരങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള പിന്നെ ഞങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം എൻ്റെ നന്ദൂസിനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവനവിടെ ഇരുന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കുക. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറയുന്ന വീഡിയോകളുണ്ട്. അപ്പം ഞാനിനി അത് വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. ഞാൻ ഒരുപാട് നാളായി ഇത്തരം ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഓമനച്ചയുടെ മൂത്ത മോളെ ഞങ്ങൾ കുഞ്ഞുമോളെ ചേച്ചി എന്ന് വിളിക്കുന്ന ചേച്ചി എന്നോട് മുമ്പ് കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ എല്ലാ വീഡിയോയും ചേച്ചിയും മോനും മക്കളും ഒക്കെ കാണും കേട്ടോ. അപ്പോഴിങ്ങനെ പറഞ്ഞു, കവിത എന്ന അമ്മയുടെയും കൂടെ എന്തെങ്കിലും ഒരു കീർത്തനമോ കവിതയോ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ഇല്ല, രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന അവസ്ഥയിലായി ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഞാനൊരു ചെറിയൊരു യൂട്യൂബറല്ലേ. അപ്പം എനിക്കിങ്ങനെ ഒരിടത്ത് ചെന്ന് ഞാൻ വീഡിയോ എടുത്തോട്ടെ, അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ആ ഒരു മടിയൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇത്തരം ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് ചോദിക്കാനൊരു മടി, അവരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ. പക്ഷേ എന്നോട് ചേച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പറഞ്ഞിട്ട് കുറേ ദിവസമായി. പിന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു, ഇങ്ങനെ സമയക്കുറവും പിന്നെ പറഞ്ഞ പോലെ നമ്മൾ അവൻചയുടെ സമയവും അവൻചയുടെ ആരോഗ്യവും ഒക്കെ നോക്കണ്ടേ. അങ്ങനെ ഞാൻ അമ്മയായിട്ട് പോയി എടുത്തതാണ്. അമ്മയും കൂടെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അമ്മയാകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ അവൻചയോട് സംസാരിക്കാനൊക്കെ. അപ്പോൾ പിന്നെ എന്നോട് ചുമ്മാ ഇങ്ങനെ ക്യാമറയിൽ നോക്കി പറയുന്നതിനെക്കാട്ടിലും അവൻചയ്ക്ക് കുറച്ച് റിലാക്സായിട്ട് സംസാരിക്കാമല്ലോ അമ്മയും കൂടെ ഉണ്ടെങ്കിൽ. അവർ രണ്ടുപേരോടെ കണ്ടോ, അങ്ങനെ ഒരുപാട് നേരം അവർ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. മക്കളുടെ കാര്യവും കൊച്ചുമക്കളുടെ കാര്യമൊക്കെ അവർ കണ്ടാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. അമ്മയ്ക്ക് ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് എല്ലാം ഓമന ചെയ്യായിരുന്നു. എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയാനും, എന്തിനും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായം, ഇപ്പം 100 50 രൂപ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു കടം വാങ്ങിക്കാനാണെങ്കിൽ പോലും ഒരു അത്യാവശ്യ കാര്യത്തിന് ഓടിച്ചെന്ന് ചോദിക്കാനും, എന്നാൽ ഞങ്ങളെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാനും ഒക്കെ എല്ലാത്തിനും അങ്ങനെ അമ്മയ്ക്കൊരു സപ്പോർട്ടായിട്ടൊരു കരുത്തായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഓമനച്ചേച്ചി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അമ്മയ്ക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഓമനച്ചേച്ചി എന്ന് പറഞ്ഞാൽ. ഓമനച്ചേച്ചിയുടെ മക്കളുണ്ട്, ചേട്ടന്മാർ ചേച്ചിമാരും ഒക്കെ. അവർക്കൊക്കെ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യമാണ് ഞങ്ങളുടെ അമ്മയോട് കേട്ടോ. അപ്പം
അമ്മയ്ക്ക് തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്മയും കൂടെ കൊണ്ടുപോയത്. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനം പറയുന്നുണ്ടോ, മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ കാര്യമായി കേട്ടോ, അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അപ്പോൾ ഇനി ഞാൻ വീഡിയോ മുഴുവനായിട്ട് എടുത്ത് കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇനിയും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാനിത് പറയാതായിരുന്നു പോയത്, അതുകൊണ്ട് തന്നെ ഓമനച്ചേക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കണം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ ഇനിയും ചെല്ലാനായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ഒരു ഭയങ്കര ഭക്തയാണ്. അപ്പം ഗുരുവായൂർ ഒരുപാട് അനുഭവങ്ങൾ ഓമനച്ചേക്കുണ്ട്. നാരായണീയം വായനയൊക്കെ ഒരിടയ്ക്ക് ഞങ്ങൾ ഈ യോഗക്ഷേമത്തിൻ്റെ മൈക്രോ എന്ന് പറയുന്ന ഒരു ചെറിയ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ 10-20 പേരുണ്ട്. അപ്പം ഞങ്ങൾക്ക് നാരായണീയം എല്ലാം വായിച്ചു തരാനും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ കഥകളെല്ലാം പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് കുറേ ക്ലാസ്സുകളുണ്ടായിരുന്നു. അങ്ങനെ ഓമനച്ചേ എനിക്ക് പറഞ്ഞു തന്നിട്ട് തന്നെ ഞാൻ നാരായണീയം മൊത്തം വായിച്ചിട്ടുണ്ട്. ഞാൻ ഗുരുവായൂർ ഭജനയ്ക്ക് പോകുമ്പോൾ നാരായണീയം കൊണ്ടുപോകും. എന്നിട്ട് നാരായണീയം അവിടെ ഇരുന്ന് വായിക്കും. അങ്ങനെ ഭജന കഴിയുമ്പോഴത്തേക്ക് ഞാൻ നാരായണീയം മുഴുവനും വായിക്കും. എനിക്ക് പഠിപ്പിച്ചു തന്നതും ഓമനച്ചേ തന്നെയാണ്. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നത് വായിച്ചു എന്ന് ഞാൻ തിരിച്ച് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി, നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ജീവിതാനുഭവങ്ങളുള്ള ഒരാളുടെ ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട, ഞങ്ങളെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളാണ് ഓമനച്ചേ. അപ്പോൾ ഓമനച്ചേയുടെ ഒരുപാട് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഗോവർദ്ധന വൃന്ദാവനം അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വന്നത് തന്നെ ഞങ്ങൾ ജൂലൈ ആ സമയങ്ങളിൽ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പോയവരിൽ നിന്നുള്ള അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് പോകുമ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പരിചയക്കേട് തോന്നത്തില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ അറിയാമല്ലോ. അപ്പം നടക്കുന്ന കാര്യം പറഞ്ഞല്ലോ, പർവ്വതത്തെ നടന്ന് വലം വയ്ക്കുന്നു, ആ കാര്യമൊക്കെ. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് പറ്റുമോ, എങ്ങനെയാണ്, അതൊക്കെ അറിയാൻ വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പം കാര്യങ്ങളും അറിയാം, അക്കൂട്ടത്തിൽ എനിക്ക് വീഡിയോയും എടുക്കാം, അങ്ങനെയുള്ള ഉദ്ദേശത്തോടെ പോയതാണ്. അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഏകദേശം ഒരു 2-3 മണിക്കൂറോളം അവിടെ ഇരുന്ന് വീഡിയോ എടുത്തു. അങ്ങനെ ഇനിയും ഞാൻ ഇത്തരം വീഡിയോകളുമായിട്ടൊക്കെ വരാം. അപ്പോൾ ഇതുപോലെ പഴയ ആൾക്കാരിൽ നിന്നുള്ള അനുഭവങ്ങൾ നമുക്ക് കേൾക്കുന്ന ഭയങ്കര ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ നന്ദൂസിനെയും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആദ്യം അവൻ വലിയ വിലയൊന്നും കൊടുത്തില്ല. കാര്യം അവൻ്റെ മുത്തശ്ശിമാരിരുന്ന് വർത്താനം പറയുമല്ലേ. പക്ഷേ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ അവിടെ വന്നിരിപ്പായി. അവിടെ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഒരു കസേര ഇട്ടിരിക്കുകയെന്ന്. അങ്ങനെ അവന് രസവഴി അവനും കേട്ടുകൊണ്ടിരുന്നു. നമുക്ക് കേട്ടാൽ അതിശയം തോന്നുന്ന കഥകളല്ലേ. അവരെല്ലാവരും കൂടെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞിരുന്നു. വണ്ടി കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇവർ ഒന്നും കഴിക്കാതെ നടന്നു പോയി. അന്നേരം നല്ല വിശപ്പ് വന്നു. അപ്പോഴത്തേക്കൊരു കാറിൽ അച്ഛനും മോളും കൂടെ വന്ന് നല്ല പാൽപ്പായസം കിട്ടി. അത് കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി വെള്ളമില്ലല്ലോ എന്ന് വിചാരിച്ച ഉടൻ തന്നെ തടാകം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ ഭയങ്കര നിറഞ്ഞ ഭക്തിയോടുകൂടി പോകുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുമ്പം അത് തരണം ചെയ്യാനായിട്ട് ഓരോരോ സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളത്. അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നന്ദൂസിന് പിന്നെ അവിടെ വന്നിരിപ്പായി. അങ്ങനെ കഥകൾ മുഴുവൻ കേട്ടു അവൻ. അതുകൊണ്ടാണ് പിന്നെ ഞാനായിട്ട് ഇങ്ങനെ പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവനും അതെല്ലാം എടുത്ത് നോക്കി. അങ്ങനെ നല്ല രസമുള്ള കൗതുകകരമായിട്ടുള്ള ഒരുപാട് അറിവുകളിലും കൂടെ ലഭിക്കുന്ന കുറേ സമയങ്ങൾ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും സന്തോഷമായി. കാര്യം എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അതിലുപരി അമ്മയോട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അമ്മയ്ക്കും ഇനിയിപ്പം എനിക്കും പോയാൽ കൊള്ളാം, പോകണം എന്നൊരു ഉത്സാഹം കൂടി. എന്തായാലും പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഉത്സാഹം കൂടി ഓരോന്നും അതിശയത്തോടെ അമ്മ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂരെ കഥകളൊന്നും ഓമനച്ചേ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓരോരോ അനുഭവങ്ങൾ കേൾക്കുമ്പം ഞാനും കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും ഉണ്ടാകാത്ത ഒരുപാട് അനുഭവങ്ങളാണ് ഇങ്ങനെ നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനത്തെ ഒരുപാട് വീഡിയോകളുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. കവിത്രയം 3 പേര് അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അതെ, ആ കവിത്രയം മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറഞ്ഞത്. എനിക്കൊന്നുമില്ല, എനിക്ക് മനസ്സിലായി. അയക്ക് വലിയ സന്തോഷം. ടീച്ചർ പറഞ്ഞു ശരിയാണ്. ഞാൻ ടീച്ചറിനോട് ചോദിക്കാൻ വന്നല്ലോ.
ഞാൻ പോകാൻ പറഞ്ഞ അയാളും പോയി.